നിയമനം ആവശ്യപ്പെട്ട് സെക്രട്ടേറിയറ്റിന് മുന്നിൽ വനിതാ CPO റാങ്ക് ഹോൾഡേഴ്സ് നടത്തുന്ന നിരാഹാര സമരം തുടരുകയാണ്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ ശയന പ്രദക്ഷിണം നടത്തിയാണ് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർ പ്രതിഷേധിച്ചത്. ഈ കാക്കി അണിയാനാണ് പൊരിവെയിലത്ത് പട്ടിണി കിടന്നും മുട്ടിലിഴഞ്ഞും ശയന പ്രദക്ഷിണം നടത്തിയും ഇവർ പ്രതിഷേധിക്കുന്നത്. അർഹതപ്പെട്ട ജോലി നേടിയെടുക്കാനായി ഇവർക്ക് മുന്നിൽ മറ്റു മാർഗങ്ങളില്ല. മന്ത്രിമാരുടെയും ഉദ്യോഗസ്ഥരുടെയും ഓഫീസുകൾ കയറിയിറങ്ങിയിട്ടും അനുകൂല തീരുമാനമുണ്ടാകുന്നില്ല എന്ന് ഉദ്യോഗാർത്ഥികൾ പറയുന്നു. വനിതാ CPO റാങ്ക് ലിസ്റ്റിന് ഇനി 11 ദിവസം മാത്രമാണ് കാലാവധി. നിലവിൽ മെയിൻ ലിസ്റ്റിലുള്ള പകുതി പേർക്ക് പോലും അഡ്വൈസ് മെമ്മോ ലഭിച്ചിട്ടില്ല. ഒരു പോസ്റ്റ് ക്രിയേഷനോ അല്ലെങ്കിൽ വല്ല ഫയൽ പാസ്സാക്കുക അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങളെ എടുക്കാവുന്നതേ ഉള്ളൂ. ഇനിയിപ്പോൾ മുഴുവൻ എടുക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നില്ല. ഒരു പകുതിയെങ്കിലും നിയമനം നടക്കണം, അത്രയേ ഉള്ളൂ ആവശ്യം. ജോലിയിൽ പ്രതീക്ഷിച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇനി 11 ദിവസമേ ഉള്ളൂ. ഇനി ഇതുവരെയായിട്ടും ആർക്കും ഇനി ആ ഒരു 268 കഴിഞ്ഞ് പിന്നെ ആരും വിളിച്ചിട്ടുമില്ല. പക്ഷേ ഈ ഫയലുകളൊക്കെ തള്ളിപ്പോവാണ്. എന്താ കാരണം എന്നറിയില്ല, ഒക്കെ തള്ളിപ്പോവാണ്, ഒന്നും പാസ്സാക്കുന്നില്ല. എന്നാൽ പുതിയ വല്ല പോസ്റ്റ് ക്രിയേഷൻ നടക്കുന്നുണ്ടോ അതുമില്ല, വേക്കൻസി ഉണ്ടോ അതുമില്ല, ഒന്നുമില്ല. വനിതാ CPO റാങ്ക് ലിസ്റ്റിലുള്ളവർ നിരാഹാര സമരം ആരംഭിച്ചിട്ട് ഇന്ന് 7ാം ദിവസമാണ്. ഇന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ശയന പ്രദക്ഷിണം നടത്തിയായിരുന്നു പ്രതിഷേധം. വിവരാവകാശ നിയമപ്രകാരം 500-ലധികം ഒഴിവുകളുണ്ട് എന്നറിഞ്ഞതായി ഇവർ പറയുന്നു. എന്നാൽ ഈ ഒഴിവുകൾ PSC റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കുന്നതിന് മുൻപ് പകുതി പേർക്കെങ്കിലും നിയമനം നൽകണമെന്നാണ് ഇവരുടെ ആവശ്യം. രാവും പകലും ഉറക്കമിളച്ച് പഠിച്ച് പരീക്ഷ എഴുതി റാങ്ക് ലിസ്റ്റിലെത്തിയ ഇവർക്ക് മുന്നിൽ ഇനി 11 ദിവസങ്ങൾ മാത്രമാണ് ശേഷിക്കുന്നത്. കേരളത്തിന്റെ യുവത്വം അർഹിച്ച ജോലിക്ക് വേണ്ടി തെരുവിലിറങ്ങുന്നത് ഇതാദ്യമായല്ല. അധികാരികൾ ഉചിതമായ നടപടി സ്വീകരിക്കണമെന്ന് തന്നെയാണ് ഇവർ ഇപ്പോഴും ആവശ്യപ്പെടുന്നത്. തിരുവനന്തപുരത്ത് നിന്നും ക്യാമറാമാൻ ജയകുമാറിനൊപ്പം VS അനന്തു, ദൂരദർശൻ ന്യൂസ്.